ഹലോ നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഴയ നോട്ട്ബുക്കിൻ്റെ കവർ പേജ് കൊണ്ട് ഒരു സിമ്പിളായിട്ടുള്ള മാല ഉണ്ടാക്കാൻ പോവാണ്. അതിനായിട്ട് നമുക്ക് ബുക്കിൻ്റെ ഫ്രണ്ട് പേജിൽ ചെറിയൊരു പീസ് മാത്രമേ ആവശ്യമുള്ളൂ. നോട്ട്ബുക്കോ അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്കോ ഏതായാലും കുഴപ്പമില്ല. ഇതിൽ 2.5 സെൻറ്റിമീറ്ററിലുള്ള 3 സ്ക്വയർ വരച്ചിട്ടുണ്ട്. സ്ക്വയറുകൾ മാത്രം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. മൂന്നും സെയിം സൈസിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെഷർ ചെയ്ത് കട്ട് ചെയ്തിട്ടുള്ളത്. ഇനി ഇത് കവർ ചെയ്യാനൊരു ക്ലോത്ത് വേണം. ഞാൻ വെൽവെറ്റിൻ്റെ ചെറിയൊരു കഷ്ണം തുണിയാണ് എടുത്തിട്ടുള്ളത്, വയലറ്റ് കളറ്. നിങ്ങളുടെ കയ്യിൽ ഏത് ക്ലോത്താണോ ഉള്ളത് അതെടുക്കാം. വെൽവെറ്റ് ആകുമ്പം സോഫ്റ്റ് തുണിയാണല്ലോ, പിന്നെ അതുമല്ല പെട്ടെന്ന് കാണുന്ന സമയത്ത് ഇത് തുണി വെച്ചിട്ട് ചെയ്തുള്ളതെന്ന് അറിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് വെൽവെറ്റ് എടുത്തിട്ടുള്ളത്. ഇനി ഈ 3 സ്ക്വയറിനെയും ഇത് വെച്ചിട്ട് കവർ ചെയ്തെടുക്കാം. ഫെവി ബോണ്ട് വെച്ചിട്ടാണ് ഞാനിത് ഒട്ടിച്ചിട്ടുള്ളത്. ഇത് കണ്ടാൽ തന്നെ മനസ്സിലാവും 3 സൈഡ് മാത്രമേ ഞാൻ ഒട്ടിച്ചിട്ടുള്ളൂ. മറ്റേ സൈഡ് എന്താ ഒട്ടിക്കാത്തതെന്നുള്ളത് ഞാൻ വഴിയെ പറഞ്ഞുതരാം. അപ്പോൾ ഇത് 3 ഒട്ടിച്ചവിടെ വെക്കാം. ഇനി നമുക്ക് ഇതിനൊന്ന് കുട്ടപ്പനാക്കാം. അതിനായിട്ട് ഞാൻ കുറച്ച് സ്റ്റോൺസ് എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ പഴയ ഡ്രസ്സിൽ നിന്ന് ഇളക്കിയെടുത്തിട്ടുള്ളതാണ്. വയലറ്റും ഗോൾഡനും നല്ല കളർ കോമ്പിനേഷനാണെന്ന് തോന്നി. ഇനി അതല്ല വൈറ്റ് ആണെങ്കിൽ അതും എടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ഗോൾഡൻ സ്റ്റോൺസ് ആണ് എടുത്തിട്ടുള്ളത്. ഫെവി ബോണ്ട് വെച്ചിട്ട് സ്റ്റോൺസ് ഇതിലൊട്ടിക്കാം. നമുക്ക് ഇഷ്ടമുള്ള പാറ്റേണിൽ ഒട്ടിക്കാം. ഞാനിവിടെ സിമ്പിളായിട്ട് ചെയ്യുന്നത് കൊണ്ട് 4 സ്റ്റോൺസ് മാത്രമേ ഒന്നിൽ ഒട്ടിക്കുന്നുള്ളൂ. ഫെവി ബോണ്ട് തന്നെയാണ് ഇത് ഒട്ടിക്കാനായിട്ട് നന്നാവുക. ഞാൻ ഫെവിക്കോൾ വെച്ച് ട്രൈ ചെയ്ത് നോക്കിയതാണ്, പക്ഷെ അത് ഒട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഫെവി ബോണ്ടോ അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഗ്ലൂ ഗണ്ണോ ഫെവിക്വിക്കോ അങ്ങനെ ഏതാ ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് വെച്ച് ഒട്ടിക്കാവുന്നതാണ്. എൻ്റെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. എന്നിട്ട് അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. അപ്പം ഞാൻ ഇതുപോലുള്ള വീഡിയോസ് ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അങ്ങനെ ഞാൻ 3 എണ്ണത്തിലും സ്റ്റോൺസ് ഒക്കെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനൊരു ചെയിൻ വേണം. ഇത് വൂളൻ ത്രെഡിൻ്റെ ഒരു ബണ്ടിലാണ്. ഇതിൽ നിന്ന് എനിക്ക് ആവശ്യമുള്ള അത്ര ലെങ്ത്തിൽ ഞാനൊരു പീസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിന് പകരം നമുക്ക് ചരട് വേണമെങ്കിൽ എടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതുപോലുള്ള കുറച്ച് മുത്ത് ആവശ്യമുണ്ട്. ഇത് ഞാൻ പഴയ ഒരു പൊട്ടിയ മാലയിൽ നിന്ന് എടുത്തിട്ടുള്ള മുത്താണ്. ഓൾറെഡി 5 എണ്ണം ഞാൻ ഈ മാലയിൽ കോർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുകൂടി അതിലേക്ക് കോർത്ത് കൊടുക്കാം. മുത്തിന് വലിയ ഹോൾസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ഇത് കോർത്ത് കൊടുക്കാൻ വേണ്ടി പറ്റും. സൂചിയൊന്നും ആവശ്യമില്ല. ഇനി ഈ മുത്തുകൾ മാലയിലൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ ഗ്യാപ്പിലാണ് നമ്മൾ ഈ ഓരോ സ്ക്വയർ പീസസും ഒട്ടിക്കാൻ വേണ്ടി പോകുന്നത്. ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും നമ്മൾ നേരത്തെ എന്താണ് ഒരു സൈഡ് മാത്രം ഒട്ടിക്കാതിരുന്നതെന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഈ ഒരു സൈഡിൽ നമുക്ക് ഫെവി ബോണ്ട് തേച്ച് കൊടുക്കാം. എന്നിട്ട് ഈ ചരടിനോട് കൂടി കൂട്ടിയിട്ട് വേണം ഒട്ടിക്കാനായിട്ട്. അപ്പോൾ അതിലും കൂടി ഗമ്മാവുന്ന രീതിക്ക് ഒട്ടിച്ചു കൊടുക്കാം. അല്ലെങ്കിൽ ഇത് ചരടിൽ നിന്ന് ഇടയ്ക്ക് നീങ്ങിപ്പോവും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ സെറ്റാക്കി ഒട്ടിച്ചു കൊടുക്കുന്നത്. ഇനി ഇത് ഇളകൂല, അങ്ങനെ തന്നെ നിന്നോളും. ഇതുപോലെ ബാക്കി 2 എണ്ണം കൂടി ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം അങ്ങനെ നമ്മുടെ ലോക്കറ്റ്സ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ 2 എൻഡും തമ്മിലൊന്ന് കൂട്ടി കെട്ടി കൊടുക്കണം. കെട്ടിക്കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ അവിടെ കെട്ടുള്ളത് അത്ര പെട്ടെന്ന് അറിയില്ല. അപ്പോൾ അങ്ങനെ വളരെ സിമ്പിളായിട്ട് നമ്മൾ നല്ലൊരു അടിപൊളി മാല ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് കാണുന്ന സമയത്ത് ബുക്കിൻ്റെ ഫ്രണ്ട് പേജും തുണിയും വെച്ചിട്ട് ചെയ്താന്ന് പറയേയില്ല. നല്ല ഭംഗിയിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ പല കളറിലും പല പാറ്റേണിലും നമ്മളെ ഡ്രസ്സിന് മാച്ച് ചെയ്യുന്ന രീതിയിൽ റെഡിയാക്കി എടുക്കാവുന്നതാണ്. ഇതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ളതാണ്. അത് മാത്രമല്ല ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന എല്ലാ സാധനങ്ങളും നമ്മളെ വീട്ടിലുള്ളതുമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത് ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊന്ന് കമൻറ്റ് ബോക്സിൽ വന്ന് പറയുക. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ ഇങ്ങനെയുള്ള വീഡിയോസ് യൂസ്ഫുൾ ആവും എന്ന് തോന്നുന്ന ആളുകൾക്ക് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. തുടർന്ന് വീഡിയോസ് കാണാൻ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.